മസ്തിഷ്ക മരണം, ദ ഫ്രാങ്കൻ ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ്. ഈ ഫ്രാങ്കൻ ബൈറ്റിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ടോട്ടൽ റീകോൾ അല്ലെങ്കിൽ സ്ട്രേഞ്ച് ഡേയ്സ് പോലുള്ള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത് കോമഡി കലർത്തി, അതായത് ഒരു ആക്ഷേപഹാസ്യത്തിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. 2045 കൊച്ചിയിൽ നടക്കുന്ന കഥയാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നടക്കുന്ന കഥ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ, അവരുടെ ജീവിത രീതി, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് മാറ്റമുണ്ട്. അതെല്ലാം രസകരമായിട്ട് തന്നെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു കൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ ഓവർ എക്സൈറ്റഡ് ആയിട്ട് പ്രേക്ഷകരായിട്ടുള്ള ഒരു കണക്ഷൻ അത് സംവിധായകനായിട്ടുള്ള കൃഷാന്തിന് നഷ്ടപ്പെട്ടതായിട്ടാണ്. കാരണം ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സ്, ഇവരുടെ കോൺഫ്ലിക്റ്റ്, ഇതിനകത്ത് ഒന്നും നമുക്ക് യാതൊരുവിധ കണക്ഷനും തോന്നുന്നില്ല. കുറേ സംഭവങ്ങളെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഹോളിവുഡ് സിനിമകളിലാണ്. ഇവരതിന് ക്രെഡിറ്റും നൽകിയിട്ടുണ്ട്. പക്ഷേ ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള എക്സെൻട്രിക് ആയിട്ടുള്ള ഈ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മടുപ്പുണ്ടാക്കുന്നുണ്ട്. കൃഷാന്തിൻ്റെ ക്രിയേറ്റിവിറ്റി, പുള്ളിയുടെ വിഷൻ, ഇതിനെല്ലാം അതിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പുള്ളിയുടെ എല്ലാ വർക്കും എനിക്ക് ഇഷ്ടമാണ്. സംഘർഷഘടനയൊക്കെ ഞാൻ തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്തിട്ടുള്ള പടമാണ്. പക്ഷേ മസ്തിഷ്ക മരണത്തിലേക്ക് എത്തിയപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും ഈ സിനിമ കണക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഗംഭീരമായിട്ടുള്ള പ്രൊഡക്ഷൻ ക്വാളിറ്റി, നല്ല പെർഫോമൻസ്, വർക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാം കൂടി കൂട്ടി ഒരു ആവറേജ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു മസ്തിഷ്ക മരണം, ദ ഫ്രാങ്കൻ ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ്.